നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. വിളന്തറ മനുഭവനത്തിൽ മിഥുനാണ് മരിച്ചത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. KPCC മുൻ പ്രസിഡന്റ് CV പത്മരാജന് നാടിന്റെ അന്ത്യാഞ്ജലി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കൊല്ലത്തെ വീട്ടിലും അർബൻ ബാങ്കിലും DCC ഓഫീസിലും പൊതുദർശനം. കായംകുളം റെയിൽവേ ജംഗ്ഷൻ തെരുവ് നായകളുടെ വിഹാര കേന്ദ്രം. നായകളെ പേടിക്കാതെ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളിലും തെരുവ് നായകൾ വിഹരിക്കുന്നു. വിദ്യാർത്ഥിയുടെ ഓർമ്മയിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. PTA നേതൃത്വത്തിലാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈകൾ നട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റു മരിച്ചു. വിളന്തറ മനുഭവനത്തിൽ മിഥുനാണ് മരിച്ചത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. തേവലക്കര ഹൈസ്കൂളിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ ചെരുപ്പെറിഞ്ഞ് കളിച്ചു. ഇതിനിടെ ഒരു വിദ്യാർത്ഥിയുടെ ചെരുപ്പ് സ്കൂളിലെ ഷീറ്റുമേഞ്ഞ ചായ്പിന് മുകളിൽ വീണു. ഇതെടുക്കാനായി കയറിയ വിദ്യാർത്ഥിയാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി പടിഞ്ഞാറേക്കല്ലട വിളന്തറ മനുഭവനത്തിൽ മിഥുനാണ് മരിച്ചത്. അപകടമുണ്ടായ ഉടൻ തന്നെ വിദ്യാർത്ഥിയെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മലയാളി യുവതിയെ കാനഡയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ഇരവിപുരം പനമൂട് ചാനക്കഴികം ആന്റണി വില്ലയിൽ ബെനാൻസ് രജനി ദമ്പതികളുടെ മകൾ അനീറ്റ ബെനാൻസ് ആണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കാനഡയിൽ ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു അനീറ്റ. ഒപ്പം താമസിക്കുന്നവരാണ് ടൊറന്റോയിലെ താമസ സ്ഥലത്തെ ശുചിമുറിയിൽ മൃതദേഹം കണ്ടത്. കായംകുളം റെയിൽവേ ജംഗ്ഷൻ തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമാകുന്നു. നായകളെ പേടിക്കാതെ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളിലും തെരുവ് നായകൾ വിഹരിക്കുകയാണ്. ഏറ്റവും തിരക്കേറിയ റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നാണ് കായംകുളം. ഇവിടെ എത്തുന്ന യാത്രക്കാർ തെരുവുനായകളെ ഭയന്നാണ് പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കുന്നത്. ലഗേജുകൾ ഇവയുടെ അക്രമത്തിന് ഇരയാകുന്ന സാഹചര്യവുമുണ്ട്. 2 മുതൽ 5 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായുള്ളത്. കൂട്ടത്തോടെ എത്തുന്ന ഇവ യാത്രക്കാരിൽ ഭീതി ജനിപ്പിക്കുകയാണ്. പ്ലാറ്റ്ഫോമുകളിലൂടെ കൂട്ടത്തോടെ കുരച്ചുകൊണ്ടോടുന്ന നായ്ക്കളെ കണ്ട് യാത്രക്കാരും ഭയചകിതരാകുന്ന സ്ഥിതിയുണ്ട്. പ്ലാറ്റ്ഫോമുകളിലെ തെരുവുനായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിദ്യാർത്ഥിയുടെ ഓർമ്മയിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ട് അധ്യാപക രക്ഷകർതൃ സംഘടന. ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. നീന്തലറിയാത്ത മുഹമ്മദ് നിഹാൽ അർക്കുന്നൂരിൽ ആറ്റിൽ കാൽവഴുതി വീണാണ് മരിച്ചത്. നിഹാലിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഫിസിക്കലി ഇല്ലെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ തന്നെ കാണും. മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയിലായിരുന്നു ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവനായിരുന്ന മുഹമ്മദ് നിഹാലിന്റെ മരണം അവർക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ +1 വന്നിട്ട് ബോയ്സോട്ട് ആദ്യം പരിചയം അവനോടാണ്. അപ്പം എനിക്ക് 1 വർഷം കൊണ്ട് അവനെ അറിയത്തുള്ളെങ്കിലും ഞങ്ങൾ തമ്മിലൊരു ബോണ്ട്, അവൻ്റെ ക്യാരക്ടറായാലും അവനെ പോലെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു അവൻ. പഠിക്കാനായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു സഹോദരൻ തന്നെയായിരുന്നു എനിക്ക്. അവനിപ്പോൾ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്പിരിച്വലി അവൻ എന്നും നമ്മുടെ കൂടെ തന്നെ കാണും. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഫിസിക്കലി ഇല്ലെങ്കിലും എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ തന്നെ കാണും. മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് എന്നും അവൻ്റെ സ്മരണ നിലനിർത്താനാണ് PTയുടെ ശ്രമം. അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുപാട് ഓർമ്മകൾ, എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം, നല്ല സംസാരം, ഇതെല്ലാം കൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം
ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ആയാൽ പോലും നമ്മളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയല്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഒരു പെരുമാറ്റവും സൗഹൃദവുമായിരുന്നു പ്രിയപ്പെട്ട നിഹാലുമായിട്ടുണ്ടായിരുന്നത്. വേർപാട് വളരെ വലിയ നഷ്ടമാണ്. ഓരോ ദിവസവും ഈ കലാലയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴെല്ലാം മനസ്സിൽ ആ ചിത്രം വരികയാണ്, അവൻ്റെ മുഖം വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്കൂൾ PT-യുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടത്. അർക്കന്നൂരിൽ ആറ്റിൽ കാൽവഴുതി വീണാണ് +1 വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് നിഹാൽ മരിച്ചത്. നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ഇനി ഒരു വിദ്യാർത്ഥിക്കും ജലാശയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ നീന്തൽ പരിശീലനം നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്നും PTA ആവശ്യപ്പെട്ടു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ PTA, NSS വോളണ്ടിയർമാർ, അധ്യാപകർ എന്നിവർ ഫലവൃക്ഷത്തൈകൾ നടുന്നതിന് നേതൃത്വം നൽകി. നിഹാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വൃക്ഷത്തൈകൾ ഇവിടെ നടുന്നതിൽ PTA-യുടെ ഏറ്റവും നല്ലൊരു പിന്തുണയും കാര്യമായിട്ടുണ്ട്. എല്ലാ കുട്ടികളും അതിൽ പരിപാലിക്കുകയും അവൻ്റെ ഓർമ്മ ഭൂമിയുള്ളിടത്തോളം കാലം, ഈ സ്കൂളുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവാനും അതിൽ പല വൃക്ഷങ്ങളും കുട്ടികളും എല്ലാവരും എടുക്കുവാനും വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സ്കൂളിൽ വളരെ പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നിഹാൽ. അപ്പം നിഹാലിൻ്റെ വേർപാട് വളരെയധികം വിഷമം ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട്, കാരണം പത്രത്തിൽ വായിച്ച ഒരു അറിവേ ഉള്ളായിരുന്നു, എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. ഇവിടെ സ്കൂളിൽ നിന്നും +2 പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായ നിഹാലിൻ്റെ അകാല മരണത്തിൽ ഏറെ ദുഃഖം കൂടി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ NSS-ലുണ്ടായ NSS വോളണ്ടിയറായിരുന്നു, മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് NSS-മായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മുഹമ്മദ് നിഹാലിന്റെ മാതാപിതാക്കളായ അസ്ഹർ, സുൽഫത്ത, സഹോദരങ്ങളായ നൗറിൻ, നൂഹ, PTA പ്രസിഡന്റ് K മനോജ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ G അമ്പിളി, SMC അംഗം B മുരളി, സ്റ്റാഫ് സെക്രട്ടറി K സന്തോഷ് കുമാർ, NSS കോർഡിനേറ്റർ ശ്രീകുമാർ, ബാബുരാജൻ പിള്ള, രജിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KPCC മുൻ പ്രസിഡന്റ് CV പത്മരാജന് നാടിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 93 വയസ്സായിരുന്നു. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വീട്ടിലും അർബൻ ബാങ്കിലും DCC ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന CV പത്മരാജന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. 1983 മുതൽ 87 വരെ KPCC അധ്യക്ഷനായിരുന്നു. ധനകാര്യ, വൈദ്യുതി, ഫിഷറീസ് വകുപ്പുകളിൽ മന്ത്രിയായി പ്രവർത്തിച്ചു. 2 തവണ ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1931 ജൂലൈ 22-ന് കൊല്ലം പരവൂരിലാണ് CV പത്മരാജൻ ജനിച്ചത്. K കരുണാകരന്റെയും AK ആന്റണിയുടെയും മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് KPCC പ്രസിഡന്റായത്. K കരുണാകരൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയ സമയം മുഖ്യമന്ത്രിയുടെ ചുമതലയും വഹിച്ചു. CV പത്മരാജൻ പാർട്ടി അധ്യക്ഷനായിരുന്നപ്പോഴാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് സ്ഥലം വാങ്ങിയത്. ആനന്ദവല്ലീശ്വരത്തെ വീട്ടിലും തുടർന്ന് അർബൻ ബാങ്കിലും DCC ഓഫീസിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സെമിനാർ ജൂലൈ 23-ന് പുനലൂരിൽ നടക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M സലീം ഉദ്ഘാടനം ചെയ്തു. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സെമിനാർ ജൂലൈ 23-ന് പുനലൂരിൽ നടക്കും. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. CPI കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M സലീം ഉദ്ഘാടനം ചെയ്തു. KC ജോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C അജയപ്രസാദ് നിർവഹിച്ചു. VP ഉണ്ണികൃഷ്ണൻ, S സന്തോഷ്, ലിജു ജമാൽ, ലെനു ജമാൽ, K അനിൽമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിഫോം തയ്യാറാക്കാൻ ചെലവ് വന്നതെങ്കിൽ ഇപ്പോൾ അത് ചർച്ച ചെയ്ത് 900 രൂപയായി നിശ്ചയിക്കുകയും അതിൽ 450 രൂപ പാർട്ടി ജില്ലാ കേന്ദ്രം ആ തുക തരാമെന്ന് സമ്മതിച്ചു. ബാക്കി വരുന്ന 450 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു വലിയ സംഖ്യ നമുക്ക്
ആ സഖാക്കളെ കൃത്യം 31-ാം തീയതി 2 മണിക്ക് നമ്മൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ആ സഖാക്കളെ എത്തിക്കുന്ന വാളണ്ടിയേഴ്സിനെ അപ്പോൾ തീർച്ചയായും നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശമായിട്ടുള്ള നമ്മുടെ പുനലൂരും അഞ്ചലും കുളത്തുപുഴയിലും ഒക്കെ സഖാക്കൾ കൃത്യം 12 മണിയോടുകൂടിയെങ്കിലും വാഹനങ്ങളിൽ യാത്ര തിരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൃത്യസമയത്ത് ഈ പറയുന്ന കേന്ദ്രത്തിലെത്താൻ കഴിയൂ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം, ആഹാരം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി വരുന്ന സംഖ്യ, അവരുടെ പരേഡിനിടയിൽ ആവശ്യമായിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ. PS സുബാൽ MLA, K രാജു, A സലീം, C അജയപ്രസാദ്, ജോബോയ് പെരേര എന്നിവരെ രക്ഷാധികാരികളായും K രാധാകൃഷ്ണനെ ചെയർമാനായും S സന്തോഷിനെ വൈസ് ചെയർമാനായും VP ഉണ്ണികൃഷ്ണനെ കൺവീനറായും V വിഷ്ണുദേവ്, KK ജ്യോതി എന്നിവരെ ജോയിന്റ് കൺവീനറായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു. ആദ്യ ദിനത്തിൽ ലഭിച്ചത് 70,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം സീസൺ പൂർത്തിയാക്കാതെ അടച്ച ജലപാതത്തിൽ തിങ്കളാഴ്ച മുതലാണ് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. തമിഴ് സഞ്ചാരികളുടെ ഇഷ്ട ജലപാതങ്ങളിൽ ഒന്നാണിത്. രൂപയാണ് കുംഭാവുരുട്ടിയിലെ ആദ്യ ദിവസത്തെ വരുമാനം. 750 സഞ്ചാരികൾ എത്തിയപ്പോൾ പ്രവേശന ഫീസ്, പാർക്കിംഗ് ഫീസ് ഇനങ്ങളിലായാണ് വരുമാനം ഉയർന്നത്. സാധാരണ തിങ്കളാഴ്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. എന്നാൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ കുംഭാവുരുട്ടി എല്ലാ സീസണിലും തമിഴ് സഞ്ചാരികളുടെ തിരക്ക് കൊണ്ട് ശ്രദ്ധേയമാണ്. അപകടാവസ്ഥ ഒഴിവാക്കാനായി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് വലകെട്ടി തിരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് ആഴമുള്ള ഇടത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ കയറും കെട്ടിത്തിരിച്ചു. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചിട്ടുള്ള താൽക്കാലിക വാച്ചർമാരും VSS അംഗങ്ങളുമാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം നല്ല രാവിലത്തെക്കാളും കൂടുതൽ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് പറയാ, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തിരി ഇതുണ്ട്. ശരിക്കും ആൾക്കാർക്ക് കയറി വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. 2 സീസണുകളായി ജലപാതത്തിൽ സഞ്ചാരികളെ കൃത്യമായി പ്രവേശിപ്പിക്കാത്തത് വനംവകുപ്പിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയിരുന്നു. ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. നല്ല രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേതാണ്ട് 1 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് ലക്ഷങ്ങളുടെ വരുമാനം നമുക്കുണ്ടായേനെ. നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനം നാടിനും വനം വകുപ്പിനും ഒക്കെ നല്ല ഉപകാരപ്രദമാകട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടമാണിത്. അതിനകത്ത് കാണാൻ തമിഴ്നാട്ടിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. പാർക്കിംഗ് സൗകര്യമാണ് ഇച്ചിരി കുറവായിട്ട് കാണുന്നത്. സുരക്ഷ കുറെ കൂടെ ഒരുക്കി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഏറ്റവും ഉപകാരമായിരുന്നു. പുനലൂരിൽ നിന്ന് അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ 45 കിലോമീറ്ററോളം യാത്ര ചെയ്തും ആര്യങ്കാവ് വഴി ചെങ്കോട്ട, മേക്കര, കോട്ടവാസൽ പാതയിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്തും കുംഭാവുരുട്ടിയിലെത്താം. இதுல நல்ல ஒரு மக்கள் பூரா இப்பதான் நாங்க வர்றோம், அங்கிட்டு போயிட்டு எல்லாம் வர்றோம். நல்லா இருக்கு. நீங்க எந்த ஊர்ல இருந்து? நாங்க காரைக்குடில வர்றோம். காரைக்குடில வர்றோம். சிவகங்கை மாவட்டம் காரைக்குடி. சிவகங்கைன்னு சொன்னாவே பெருசா அதிர. ஆனா இருந்தாலும் தண்ணி சூப்பரா வருது, நல்லா இருக்கு. நாங்க பெருசு எல்லாம் வர்றோம். സമീപത്താണ് മണലാർ വെള്ളച്ചാട്ടവും അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രവും ഉള്ളത്. വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ വനംവകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണം പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റി സമരത്തിൽ ജയിൽ മോചിതനായ ഗോപി കൃഷ്ണന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസിന്റെ രക്തസാക്ഷി ദിനാചരണമാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജോബി ആൻഡ്രൂസിന്റെ ഓർമ്മകൾക്ക് 33 വർഷങ്ങൾ തികയുകയാണ്. 1992 SFIയുടെ ഒരു ജാഥയെ വരവേൽക്കാൻ
SFIക്കാരാകെയും ജാഥാ സ്വീകരണ കേന്ദ്രമായ സ്കൂൾ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിലാണ് MSFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഗുണ്ടകൾ ചേർന്ന് കല്ലെറിഞ്ഞ് സഖാവ് ജോബി ആൻഡ്രൂസിനെ കൊലപ്പെടുത്തുന്നു. കേരളത്തിൽ രാഷ്ട്രീയം പറയുന്നവരോട്, രാഷ്ട്രീയം സംസാരിക്കുന്നവരോട്, രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തലമുരുക്കുന്നവരോട്, അങ്ങനെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പറയാൻ സന്നദ്ധരായി വരുന്ന വിദ്യാർത്ഥികളോട് കല്ലേറിലൂടെ പ്രതികാരം തീർക്കുന്ന സ്വഭാവം 92 ആരംഭിച്ചതാണ് കേരളത്തിൽ MSFും KSU. ആ കല്ലേർ അവർ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. 92 ആ കല്ലേറിൽ ജോബി ആൻഡ്രൂസ് ആണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവ് നാം പരിശോധിച്ചാൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഓരോ ക്യാമ്പസിലും എത്തിയ SFIക്കാരനെ, വിവിധങ്ങളായ ആയുധങ്ങളാൽ നേരിട്ട KSUക്കാരനെ, MSFകാരനെ നമുക്ക് ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കാണാം. ഏരിയ പ്രസിഡന്റ് എബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ ഗോപികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കാർത്തിക് കടയ്ക്കൽ, പ്രസിഡന്റ് ആദർശ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുമി, നജീബ്, അലൻ ഷാഹുദ്ദീൻ, രാജേഷ്, ആനി തുടങ്ങിയവർ പങ്കെടുത്തു. സർവകലാശാല സമരത്തിൽ ജയിൽ മോചിതനായ ഗോപികൃഷ്ണനെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ, ഏരിയ സെക്രട്ടറി H നജീബ് മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N ജഗദീശൻ, B അജയകുമാർ എന്നിവർ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കർക്കിടക വാവ് ബലി അടുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ പുനലൂരിലെ മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷൻ. നിരവധി വിശ്വാസികളാണ് കർക്കിടക വാവിന് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുന്നത്. എന്നാൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്നാനഘട്ടത്തിൽ ഒരുക്കിയിട്ടില്ല. മിനി പമ്പ എന്നറിയപ്പെടുന്ന സ്നാനഘട്ടത്തിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്. നിരവധി വിശ്വാസികളാണ് കർക്കിടക വാവിന് ബലിതർപ്പണത്തിനായി സ്നാനഘട്ടത്തിലെത്തുന്നത്. മണ്ഡലകാലത്ത് ഇവിടെ വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട്. സ്നാനഘട്ടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ല. കല്ലടയാറ്റിലേക്ക് ബലിതർപ്പണത്തിനായി ഇറങ്ങുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ സംരക്ഷണ ഭിത്തികളോ ഇവിടെയില്ല. സ്നാനഘട്ടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. വിളന്തറ മനുഭവനത്തിൽ മിഥുനാണ് മരിച്ചത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. KPCC മുൻ പ്രസിഡന്റ് CV പത്മരാജന് നാടിന്റെ അന്ത്യാഞ്ജലി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കൊല്ലത്തെ വീട്ടിലും അർബൻ ബാങ്കിലും DCC ഓഫീസിലും പൊതുദർശനം. കായംകുളം റെയിൽവേ ജംഗ്ഷൻ തെരുവ് നായകളുടെ വിഹാര കേന്ദ്രം. നായകളെ പേടിക്കാതെ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി. സ്റ്റേഷനിലെ 5 പ്ലാറ്റ്ഫോമുകളിലും തെരുവ് നായകൾ വിഹരിക്കുന്നു. വിദ്യാർത്ഥിയുടെ ഓർമ്മയിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. PTA നേതൃത്വത്തിലാണ് ഫലവൃക്ഷ തൈകൾ നട്ടത്. ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈകൾ നട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.